ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ടാബർനാക്കിൾ സ്റ്റഡി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എന്ന് പറയുന്നത് ഈ ഒരു ലേവി ഗോത്രത്തിന്റെ ആ ഒരു നിഴലും പൊരുളിനെയും സംബന്ധിച്ചായിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ, തുടക്കം എന്ന നിലയിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചിന്തിച്ചത്. അപ്പം അതേ വിഷയം നമ്മൾ ഇന്നും തുടരുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് തുടങ്ങിയ കാര്യങ്ങൾ എന്താണ്? അതൊരു സമ്മറിയായി പറയുകയാണെങ്കിൽ, ഈ ഒരു റീപ്രിന്റ് ആർട്ടിക്കിളിന്റെ ഈ ഒരു ക്ലിപ്പിംഗ് അത് നല്ലൊരു സമ്മറിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച പാഠത്തിന്റെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു ലേവി ഗോത്രത്തെ ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരായി, ശുശ്രൂഷ വേലക്കാരായി താൻ വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് ഇസ്രായേൽ രാജ്യത്തിൽ ഉള്ള സകല ഒന്നാം അല്ലെങ്കിൽ ആദിജാതന്മാർക്ക് പകരമായാണ് ഈ ഒരു ലേവി ഗോത്രത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ ശുശ്രൂഷകന്മാരാക്കി തീർത്തത്. അപ്പം ആ നിലയിൽ ഈ ഒരു ട്രൈബ്, ഈ ഒരു ഗോത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു വിശ്വാസ ഭവനത്തെ കാണിക്കുന്നു. വിശ്വാസ ഭവനം എന്ന് പറയുമ്പോൾ അതിൽ ഓർക്കണം, നമ്മൾ നിഴലിലേക്ക് നോക്കുമ്പോൾ ഈ ലേവി ഗോത്രത്തിൽ നിന്നാണ് പുരോഹിത വർഗം ദൈവം രണ്ടാമതായിട്ട് വേർതിരിക്കുന്നത്. അപ്പം ലേവിയർ എല്ലാവരും പുരോഹിതന്മാരല്ല എങ്കിലും ഈ ഒരു ഗോത്രത്തിൽ നിന്നാണ് പുരോഹിതന്മാരെ ദൈവം വേർതിരിക്കുന്നത്. അപ്പം അതേ നിലയിൽ ആത്മീയമായി നമ്മൾ അതിനെ കാണുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു പൊരുളെന്ന് പറയുന്നത്, ഈ ഒരു വിശ്വാസ ഭവനം എന്നുള്ളത് അതിൽ നിന്നാണ് ദൈവം ചെറിയാട്ടിൻ കൂട്ടമായിരിക്കുന്ന തൻ്റെ ആ രാജകീയ പുരോഹിത വർഗത്തെ വിളിച്ചു വേർതിരിക്കുന്നത്. അതിൽ നിന്നാണ് ദൈവത്തിന് ആ ഒരു ചെറിയ കൂട്ടത്തെ ലഭിക്കുന്നത്. അപ്പം ഈ ഒരു ആശയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തുടങ്ങിയത്. നമ്മൾ ഇന്നത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ആ ഒരു ആശയത്തിന്മേൽ നമ്മൾ പണിയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ അതിനുശേഷം ചിന്തിച്ചത് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യത്തിന്റെ അടിസ്ഥാനമായാണ് നമ്മൾ ചിന്തിച്ച മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഈ ഒരു പുരോഹിത വർഗമായിരിക്കുവാൻ തക്കവണ്ണം അഭിഷേകം ലഭിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് അവരിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നതിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ എഴുതുന്നത്. അപ്പം ഇവിടെ പറയുന്നത്, അങ്ങനെ ആ ഒരു വെളി ലഭിച്ചിരിക്കുന്നവർക്ക് അവരിൽ അടങ്ങിയിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അവർ ഓരോ ദിവസവും ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നു പോകേണ്ടവരാണ്. അവർ ദൈനംദിനം ആ ഒരു പുത്രന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയിത്തീരുന്ന ആ ഒരു വേളയിൽ ഏർപ്പെടേണ്ടവരാണ് എന്നുള്ള ആശയമാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. അപ്പൊ നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യുവാണ് ഇന്നത്തെ പാഠം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയാണെങ്കിൽ പോലും നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ആ ഒരു യഥാർത്ഥ ചർച്ച് എന്ന ആ ഒരു വിഷയത്തെയാണ്. അപ്പം യഥാർത്ഥ ചർച്ച് എന്ന് പറയുമ്പോൾ അവർ പുരോഹിതന്മാരും അതുപോലെ തന്നെ യാഗം അർപ്പിക്കുന്നവരുമാണ് എന്നുള്ള ആശയമാണ് നമ്മളിവിടെ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധ ടാബർനാക്കിൾ ബുക്കിലേക്ക് തിരിക്കാം. അവിടെ 117 മുതൽ 119 വരെയുള്ള ആ പേജുകളിലുള്ള ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പാരഗ്രാഫ് ശ്രദ്ധിച്ചു തുടങ്ങാം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കിയത് വളരെ ഒരു ക്ലിപ്ത സംഖ്യ എന്ന നിലയിൽ മാത്രമേ
യഥാർത്ഥമായ ദൈവത്തിന്റെ മക്കളെന്ന അല്ലെങ്കിൽ പുരോഹിതന്മാരെന്ന നിലയിൽ ഇവിടെ നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സുവിശേഷ യുഗത്തിൽ ഒരു വളരെ ചെറിയ ഒരു ചുരുക്കം പേരെ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പുരോഹിത വർഗം എന്ന നിലയിൽ കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു കൺഫ്യൂസിങ് ആയിരിക്കുന്ന ഒരു കാര്യമല്ല ഇത്. വളരെ ഒരു ചെറിയ കൂട്ടമേ ഉള്ളൂ എന്നുള്ളത്. ഈവൻ ഈ ഒരു ദൈവത്തിന്റെ വിശ്വാസ ഭവനം എന്ന നിലയിൽ അല്ലെങ്കിൽ ലേവിയർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു കൂട്ടം അത് ഒരു ചെറിയ അംശത്തിൽ ക്രിസ്തുവെന്ന ആ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഒക്കെയും അവർക്ക് സാധിക്കുന്നുവെങ്കിലും ആ ഒരു ഭൗമീയമായിരിക്കുന്ന ആ ഒരു നിലയിൽ മാത്രമേ അവർക്കൊരു ഒരു ഉൾക്കാഴ്ചയുള്ളൂ, ജ്ഞാനമുള്ളൂ, അറിവുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയധികം കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു സർപ്രൈസോ ഇല്ല ആ ഒരു വസ്തുതയിൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു ആശയമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കോർട്ടിൽ നിൽക്കുന്ന ലേവിയർക്ക് ഈ വിശുദ്ധത്തിലേക്കുള്ള വിശുദ്ധത്തിലേക്കുള്ള ആ ഒരു കടക്കാനുള്ള അവകാശമില്ലാത്തതിനാൽ വിശുദ്ധത്തിനുള്ളിലുള്ള വസ്തുക്കളും അതിനാൽ ഒരുവന് ലഭിക്കുന്ന ആ ഒരു ഉപയോഗവും അവർക്ക് നേരിട്ടില്ലായിരുന്നു. അവർക്ക് വെറും കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ആശയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അപ്പം ഈ ഒരു ആശയം എന്ന് പറയുന്നത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ വിശുദ്ധത്തിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ ഒരു വിളക്ക്, അതുപോലെ തന്നെ കാഴ്ചയപ്പത്തിന്റെ മേശയും അതിന് മുകളിലിരിക്കുന്ന അപ്പവും, പിന്നെ അവിടെയുള്ള കുന്തിരിക്കം അഭിഷേകം ചെയ്യുന്ന ധൂപപീഠം, ഇവയൊക്കെയും ലേവിയരാ മാത്രമായിരിക്കുന്നവർക്ക് അതുമായുള്ള ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തതിനാൽ അതിൻ്റെ ആ ഫലമൊന്നും അവർക്ക് രുചിച്ചറിയുവാൻ സാധിക്കുന്നതല്ല. പക്ഷെ പുരോഹിതന്മാരെന്ന നിലയിൽ ഈ വിശുദ്ധത്തിനുള്ളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഉപയോഗമുള്ളത്, അതിനാൽ ഉണ്ടാകുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ആത്മീയമായിരിക്കുന്ന ആ ഒരു വശത്തെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സത്യവും ദൈവത്തിന്റെ വചനവും ഒക്കെയും അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന നിലയിൽ അതിനെ മനസ്സിലാക്കുവാനും അതിനെ അറിയുവാനുമുള്ള ആ ഒരു അവസരം തീർച്ചയായും ഈ പുരോഹിതന്മാരായി വിശുദ്ധത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പം ഈ നിലയിൽ എന്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിശ്വാസ ഭവനം എന്ന് പറയുമ്പോൾ അത് അവരെ വേണമെങ്കിൽ നമുക്ക് സഹോദരങ്ങൾ എന്ന് പറയാം. എന്നു വെച്ചാൽ അവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തു എന്ന വാതിലിൽ കൂടെ കോർട്ടിനുള്ളിലേക്ക് വന്നവരാണ്. എങ്കിലും അവരും യഥാർത്ഥ രാജകീയ പുരോഹിത വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് ആ ഒരു ഫുൾ കോൺസെൻട്രേഷൻ എന്നതാണ് അവരിൽ ഇല്ലാത്തത്. അപ്പം ലേവ്യർ എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അടുത്ത പടിയിലേക്ക് കടക്കാൻ ആ പുരോഹിതനായി തീരുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കാത്തത് ആ ഒരു പൂർണ്ണ സമർപ്പണം അവർക്ക് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പം ആ നിലയിൽ എന്താണ് അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അവർ ഒരു യാഗം അർപ്പിക്കുന്നവരല്ല, സാക്രിഫൈസേഴ്സ് അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ലേവ്യർ എന്ന നിലയിൽ അവർ ഈ കോർട്ടിന്റെ അവസ്ഥയിലാണ്. അപ്പം അവർ പുരോഹിതന്മാരെന്ന നിലയിൽ ആ പൂർണ്ണ സമർപ്പണത്തിൽ എത്തിയവരല്ല. അപ്പം പൂർണ്ണ സമർപ്പണം ആണ് പുരോഹിതനാകുവാൻ ഒരുവനെ സാധ്യമാക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പൂർണ്ണ സമർപ്പണത്തിൽ അടങ്ങുന്ന കാര്യം? ഇവിടെ പറയുന്നത് അവർ സാക്രിഫൈസ് ചെയ്യുന്നത്, അവർ സമർപ്പിക്കുന്നത് എന്താണ്? തൻ്റെ ആ ഒരു മാനുഷികമായിരിക്കുന്ന അവകാശങ്ങളും മാനുഷികമായിരിക്കുന്ന പ്രിവിലേജുകളും ഒക്കെയും യഥാർത്ഥമായി പറയുമ്പോൾ
ഇവിടെ ഒരു പൂർണ്ണ മനുഷ്യനായി ഒരുവനെ കണക്കിടുമ്പോൾ ആ ഒരു പൂർണ്ണ മനുഷ്യന് ദൈവം അനുവദിക്കുന്നതായിരിക്കുന്ന അവകാശങ്ങളുണ്ട്, അനുവദിക്കുന്നതായിരിക്കുന്ന പ്രിവിലേജുകളുണ്ട്. പക്ഷേ ഇതൊക്കെയും കൈവിട്ട് കളഞ്ഞിട്ട് ആ ഒരു ഭൗമികമായിരിക്കുന്ന ഒരു പ്രത്യാശയെ അല്ലെങ്കിൽ അതിന്റെ അവകാശങ്ങളെ അവിടെ വേണ്ടാന്ന് വെച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്വർഗീയമായിരിക്കുന്ന ഒന്നിനു വേണ്ടി തൻ്റെ സകലതും അവിടെ സമർപ്പിക്കുന്ന ആ ഒരു സമർപ്പണത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമർപ്പണമാണ് ഒരുവന് കോർട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വിശുദ്ധത്തിലേക്ക് കടക്കുവാൻ സാധ്യമാക്കുന്നത്. അപ്പം ഇതാണ് ഈ കോർട്ടിലുള്ള ലേവ്യരും ആ അവസ്ഥയിൽ നിന്ന് വിശുദ്ധത്തിലേക്ക് കടക്കുന്ന പുരോഹിതന്മാരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ പൂർണ്ണ സമർപ്പണത്തിൽ എത്താത്തവർക്ക് ആ പൂർണ്ണ സത്യത്തെ സംബന്ധിച്ചുള്ള പരിജ്ഞാനമോ ആ ആത്മീയമായിരിക്കുന്ന കാഴ്ചയോ ഇല്ല എന്നുള്ള അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ വിളക്കിന്റെ വെളിച്ചവും അപ്പത്തിന്റെ അംശവും ഉള്ളൂ എന്നത് ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന സമർപ്പണത്തിൽ എത്തിയിരിക്കുന്ന പുരോഹിതന്മാരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ വാക്യം വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഇത് ആരെ സംബന്ധിച്ചാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്? അത് ഈ ഒരു ഭൗമിക മനുഷ്യനെ സംബന്ധിച്ചാണ്. നമുക്ക് ഈ ഇവിടെ പറയുന്ന അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു ഭൗമികമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനോ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ പറയുന്ന വസ്തുക്കളൊക്കെയും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സമർപ്പണത്തിൽ എത്തിയിരിക്കുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം ഈ വസ്തുക്കൾ തൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഇവിടെ ആ ഒരു 10-ാം വാക്യം പറയുന്നത് എന്താണ്? ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പുതിയ സൃഷ്ടികളായിത്തീർന്നവർക്ക് വേണ്ടിയാ. അവർക്കാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി വരുന്നവരെയാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആത്മാവ് വഴി നടത്തുമ്പോൾ ആത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. അപ്പം ഈ ഒരു വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആഴമേറിയിരിക്കുന്ന ദൈവത്തിന്റെ ആഴമേറിയിരിക്കുന്ന സത്യങ്ങൾ എന്ന അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ആ വസ്തുക്കളാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തേണ്ടത്. ആ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സഹായം കൂടാതെ നമുക്ക് തീർച്ചയായും ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അപ്പം ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതലായി ഇന്ന് ചിന്തിക്കുന്നത്. അപ്പം അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് വരാം. അപ്പം ബ്രദർ റസൽ ഇത് എഴുതുമ്പോൾ the nominal church എന്ന നിലയിലാണ് ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത്. തീർച്ചയായും നമുക്കറിയാം കർത്താവിന്റെ 2-ാം വരവോളം ആ ഒരു നോമിനൽ സിസ്റ്റത്തിനുള്ളിലായിരുന്നു പല വിശ്വാസികളും എന്നുള്ളത്. ആ ഒരു അവളെ വിട്ട് ഓടിപ്പോരുക എന്നുള്ള ആ ഒരു പ്രഖ്യാപനം വരുന്നത് വരെ തീർച്ചയായും പല വിശ്വാസികളും ആ ഒരു നോമിനൽ സിസ്റ്റത്തിന്റെ ഉള്ളിലായിരുന്നു. അപ്പം ആ നിലയിൽ ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത് the nominal church has always included both the justified and sanctified classes, Levites and priests എന്നാണ്. അപ്പം ഈ ഒരു ആശയം ഇപ്പോഴും കറക്റ്റ് ആണ്. പക്ഷേ ആ നോമിനൽ എന്നുള്ള വാക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം.
ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ കാലത്തിൽ വേണമെങ്കിൽ ചർച്ച എന്നുമാണെങ്കിൽ മാത്രം പറയാം, നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഇടയിൽ തന്നെ ജസ്റ്റിഫൈഡ് ആയിരിക്കുന്നവരുമുണ്ട്, അതിനുപരി സാങ്ക്ടിഫൈഡ് ആയിരിക്കുന്നവരുമുണ്ട്. തീർച്ചയായും ഈ ഒരു മിക്സാണ് നമുക്ക് ഈ ദൈവത്തിന്റെ വിശ്വാസ ഭവനത്തിൽ ഇപ്പോഴും കണ്ടുവരാൻ സാധിക്കുന്നത്. എന്താണ് ഇവിടെ ഈ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇവിടെ പറയുന്നത് ഈ ഒരു നമ്മുടെ കൂട്ടായ്മയുടെ ഇടയിൽ ഈ ഒരു ദൈവത്തിന്റെ വിശ്വാസ ഭവനത്തിൽ തീർച്ചയായും ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ടവരും പിന്നെ സാങ്ക്ടിഫൈഡ് ആയിരിക്കുന്നവരും. സാങ്ക്ടിഫൈഡ് എന്ന് പറയുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെ. അപ്പം ഈ രണ്ട് ഗ്രൂപ്പും നമുക്ക് ദൈവത്തിന്റെ വിശ്വാസ ഭവനത്തിൽ ഇപ്പോൾ ഉള്ളതായി കാണാൻ സാധിക്കും. അപ്പം ജസ്റ്റിഫൈഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇത് ലേവ്യരെന്ന് വേണമെങ്കിൽ നമുക്ക് ആ നിഴലിൽ അതിനെ സൂചിപ്പിക്കാം. സാങ്ക്ടിഫൈഡ് എന്ന് പറയുമ്പോൾ പ്രീസ്റ്റ്, പുരോഹിതന്മാർ എന്ന് നമുക്ക് നിഴലിൽ ഇതിനെ സൂചിപ്പിക്കാം. അപ്പം ഈ രണ്ട് ഗ്രൂപ്പും ദൈവത്തിന്റെ വിശ്വാസ ഭവനത്തിൽ ആദ്യം സുവിശേഷ യുഗത്തിന്റെ ആദ്യം മുതൽ ഇപ്പോഴും ഈ ഒരു അവസ്ഥയാണ് നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ഗലാത്യർ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ ഇവിടെ എന്താണ് എഴുതുന്നത്? ഇവിടെ പറയുന്നത് ആ ഒരു ജസ്റ്റിഫൈഡ് ആയിരിക്കുന്ന ക്ലാസിനെയാണ്, ജസ്റ്റിഫൈഡ് ആയിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് അപ്പോസ്തലൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റിഫൈഡ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ വാതിലിൽ കൂടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നവരെയാണ് അപ്പോസ്തലൻ ഇവിടെ ഗലാത്യർക്ക് എഴുതുന്ന ഈ ലേഖനത്തിൽ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പം ഇവരോട് എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ക്രിസ്തുവിൽ ആയവർ എന്ത് ചെയ്യുന്നു? ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ക്രിസ്തുവിലായവർ ഈ വിധത്തിൽ തൻ്റെ ജഡത്തെ ക്രൂശിച്ച് അതിൻ്റെ മോഹങ്ങളൊക്കെയും വെടിഞ്ഞ് അതിനെ ക്രൂശിച്ച് നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ എഴുതുന്നത്. അപ്പം ലേവ്യർ എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു സുവിശേഷ യുഗത്തിൽ ആ സാക്രിഫൈസ് അല്ലെങ്കിൽ ഫുൾ കോൺസെക്രേഷൻ, പൂർണ്ണ സമർപ്പണത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ ഇതിനെയാണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ ജഡത്തെ വെടിഞ്ഞ് അതിനെ ക്രൂശിച്ച് അതിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വെടിഞ്ഞ് നമ്മൾ ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നതാണ് പൂർണ്ണ സമർപ്പണം. അപ്പം ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ കോൺസെക്രേഷൻ എന്ന് ഇവിടെ ഈ വാക്യത്തിൽ ഗലാത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതേ അർത്ഥത്തിലാണ് അപ്പോസ്തലൻ പിന്നെയും റോമർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലൻ ഇവിടെയും ഈ ഒരു ആശയം പ്രഖ്യാപിക്കുന്നത്. നമുക്കത് വായിക്കാം. റോമർ 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പേൻ. അപ്പം അപ്പോസ്തലൻ ഇവിടെ ആരെ അഡ്രസ് ചെയ്താണ് ഈ വാക്യം എഴുതുന്നത്? സഹോദരങ്ങൾ എന്ന് പറഞ്ഞാണ് അപ്പോസ്തലൻ ഈ വാക്യം എഴുതുന്നത്. അപ്പം സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നിഴലിലേക്ക് വരുമ്പോൾ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ലേവ്യരാണോ പുരോഹിതന്മാരാണോ? ലേവ്യര്.
അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു നാരോ സെൻസിലാണ് നമ്മൾ സാധാരണ അതിനെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ സഹോദരങ്ങളെന്ന് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത് അത് ഈ തരത്തിൽ ലേവ്യർ എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നവരെയാണ് അപ്പോസ്തലൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം ഈ നിലയിൽ അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യം ഗലാത്യരുടെ ഇടയിലും അതുപോലെ തന്നെ റോമറുടെ ഇടയിലും രണ്ട് കൂട്ടത്തിന്റെ ഇടയിലും രണ്ട് എക്ലീഷ്യായിലും ഈ തരത്തിൽ ലേവ്യരായിരിക്കുന്നവരുമുണ്ട്, അതുപോലെ തന്നെ പുരോഹിതന്മാരായി തന്നെ അഭിഷേകം ചെയ്തവർ, തന്നെ കോൺസെക്രേറ്റ് ചെയ്തവർ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഒന്നാമതായി വ്യക്തമാകുന്നത്. അപ്പം അപ്പോസ്തലൻ സഹോദരങ്ങളെ എന്ന് വിളിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധികൾ. അപ്പം സഹോദരങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഓർക്കുക, ഇത് ക്രിസ്തുവിൽ ജസ്റ്റിഫൈഡ് ആയിരിക്കുന്നവരെയാണ് സഹോദരങ്ങൾ ഇവിടെ അപ്പോസ്തലൻ വിളിക്കുന്നത്. അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പം ദൈവത്തിന്റെ മനസ്സലിവ് എന്തിനാണ് കാരണമാകുന്നത്, എന്തിനാണ് അവർക്ക് വഴി തുറക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി അപ്പോസ്തലൻ പറയാൻ പോകുന്നത്. വായിക്കാം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പേ. അപ്പം ഇതാണ് മറിഞ്ഞിരിക്കുന്ന സത്യം. ഇതാണ് ഈ സുവിശേഷ യുഗത്തിന്റെ വിളി എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ലേവ്യർ എന്ന നിലയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അവർ തീർച്ചയായും ചിലപ്പോൾ ദൈവത്തെ അറിയുവാനും ക്രിസ്തു എന്ന ആ ഏകരക്ഷിതാവിനെ മനസ്സിലാക്കാനും സാധിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ലേവ്യർ എന്ന അവസ്ഥയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അവർക്ക് ആ വാതിൽ കടന്ന് കോട്ടിനുള്ളിലേക്ക് വരാൻ സാധിക്കുന്നത്. പക്ഷേ ലേവ്യർ എന്ന നിലയിലായിരുന്നാൽ പോലും ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് പോലെ യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷത്തിൽ ഇപ്പോൾ ഉള്ള വിളി എന്താണെന്ന് മനസ്സിലാക്കാനും സ്വർഗീയമായിരിക്കുന്ന ആ മർമ്മത്തെ പൂർണ്ണാർത്ഥത്തിൽ അവരുടെ ആത്മാവിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണാനും അതിനെ ഗ്രഹിക്കുവാനും സാധിക്കാത്ത അവസ്ഥയിലാണ് അവർക്ക് ആ പൂർണ്ണ സമർപ്പണത്തിൽ എത്താൻ സാധിക്കാതെ പോകുന്നത്. അപ്പം അപ്പോസ്തലൻ ഇവിടെ സഹോദരങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം, ഇത് ലേവ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ലേവ്യർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടവരാണ്, ജസ്റ്റിഫൈഡ് ആണ്. എങ്കിലും അവർക്ക് ദൈവത്തിന്റെ കൃപയാൽ അനുവദിച്ചിരിക്കുന്ന, അപ്പോൾ അനുവാദം ലഭിച്ചിരിക്കുന്ന ഒരു കൃപയുണ്ട്. ഏത്? ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടതിനാൽ അവർക്ക് എന്തിനേയും ചെയ്യാം. അവർക്ക് നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ കണക്കിട്ട് ലഭിച്ചിരിക്കുന്ന ആ പൂർണ്ണ ശരീരം, ആ പൂർണ്ണ മാനുഷിക അവസ്ഥ, അതിനെ അവിടെ ദൈവത്തിന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ആ സ്വർഗീയമായിരിക്കുന്ന വിളിക്ക് ഓഹരിക്കാരാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അഭിഷേകത്തെ കൈവരിക്കുവാൻ അവർക്ക് ഇനിയും സാധിക്കും. അതാണ് യഥാർത്ഥമായിട്ട് ആ പുരോഹിത വർഗമായി തീരുവാൻ നമ്മളെ അനുവദിക്കുന്നത്. അപ്പം തീർച്ചയായും ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമാകുന്നു ലേവ്യരിൽ നിന്ന് എടുത്തിരിക്കുന്ന പുരോഹിതന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ആശയമാണ്. എന്നു വെച്ചാൽ ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വസ്തുതയല്ല ഇത്. അപ്പം നമുക്ക് കൂടുതൽ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാം. അപ്പം ഈ ഹൃദയത്തിൽ പാപത്തെ റിനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ പാപത്തെ തള്ളിക്കളയുകയും അതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപ, ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ കൃപ അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവർ അംഗീകരിക്കുകയും ചെയ്ത അവസ്ഥയിൽ പോലും അവർക്ക് എന്ത് സാധിക്കുന്നില്ല?
അവർക്ക് ഈ സാക്രിഫൈസേഴ്സ് ആയി തീരുവാൻ സാധിക്കുന്നില്ല. അവർക്ക് തന്നെ ദൈവത്തിന് മുമ്പാകെ ജീവനും വിശുദ്ധിയുമുള്ള യാഗം അർപ്പിക്കുന്നവരായി തീരുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു സുവിശേഷ യുഗത്തിൽ, അല്ലെങ്കിൽ സുവിശേഷ യുഗം എന്ന ആ പൊരുൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു അറ്റോൺമെന്റ്, ഈ ഒരു പാപപരിഹാര ദിവസത്തിൽ നമുക്ക് യാഗങ്ങളെ അർപ്പിക്കുന്ന പുരോഹിത വർഗമായി തീരുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ ഒരു പാപപരിഹാര ദിവസമായിരിക്കുന്ന ഈ സുവിശേഷ യുഗമാണ് നമുക്ക് ദൈവത്തിന് മുമ്പാകെ സാക്രിഫൈസ് ചെയ്യുന്നവരായിരിക്കുവാനുള്ള അവസരം. അങ്ങനെ യാഗങ്ങളെ അർപ്പിക്കുന്ന, ജീവനും വിശുദ്ധിയുമുള്ള യാഗങ്ങളെ അർപ്പിക്കുന്നവരായിരിക്കുവാനുള്ള അവസരം ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു യുഗം അതിൻ്റെ പൂർത്തീകരണത്തിൽ മരണപര്യന്തം വിശ്വസ്തയോടെ നമുക്ക് ദൈവത്തിന് മുമ്പാകെ ആ യാഗമർപ്പിച്ചതിനാൽ ആ സ്വർഗീയമായിരിക്കുന്ന ഓഹരിക്ക് അവകാശികളായിരിക്കുവാനുള്ള അവസരവും ഈ സുവിശേഷ യുഗത്തിന്റെ പൂർത്തീകരണത്താൽ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം തീർച്ചയായും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് അത് വളരെയധികം എക്സ്ക്ലൂസീവ് ആയിരിക്കുന്ന ഒന്നാണ്. വളരെയധികം എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. വളരെ സെലക്റ്റഡ് ആയിരിക്കുന്ന ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അപ്പം ഈ ഒരു നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു സുവിശേഷ യുഗത്തിന്റെ പൂർണ്ണ ദൈർഘ്യം നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷ യുഗം ഒരു 7 ഘട്ടമായാണ് നമുക്ക് വെളിപാടിൽ ഡിവൈഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. 7 ചർച്ചുകളായിട്ടാണ് നമുക്ക് വെളിപാടിൽ ഡിവൈഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ 7 ചർച്ച് ഉണ്ടെങ്കിൽ പോലും ആ സുവിശേഷ യുഗത്തിന്റെ ഒരു ഭൂരിഭാഗം സമയത്തിലും ഒരു ഭൂരിഭാഗത്തിലും വളരെ ചുരുക്കം പേരെ ഈ രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ ദൈവത്തിനോട് സമർപ്പിതരായി നമുക്ക് കണക്കിടാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ സുവിശേഷ യുഗം 2000 വർഷത്തിലും അധികം ഇപ്പം ദൈർഘ്യം ഉണ്ടായിരുന്നിട്ട് പോലും അതിൻ്റെ ഒരു ഭൂരിഭാഗം സമയത്തിലും ദൈവത്തിനോട്, അല്ലെങ്കിൽ ദൈവത്തിൽ സമർപ്പിതൻ എന്ന് പ്രഖ്യാപിച്ചവരിൽ ഭൂരിഭാഗവും യഥാർത്ഥമായിട്ട് ഈ രാജകീയ പുരോഹിത വർഗത്തിന്റെ അംഗങ്ങളല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് വെളിപ്പെടുന്നത്. അവർ ഈ ഒരു നിലയിൽ ലേവ്യർ എന്ന അവസ്ഥയിലേ അവർക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അവർക്ക് അതിന് അടുത്ത പടിയിലേക്ക്, ആ ഒരു യാഗമർപ്പിക്കുന്ന പുരോഹിതന്മാർ എന്ന നിലയിൽ അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. അപ്പം ആ കോർട്ടിന്റെ അവസ്ഥയിലേ അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. അതിന് അടുത്ത പടിയിലേക്ക്, വിശുദ്ധത്തിലേക്ക് കടന്ന് യാഗങ്ങൾ അർപ്പിക്കുന്ന വേലയിൽ അവർക്ക് ഏർപ്പെടാൻ സാധിച്ചില്ല. അപ്പം ഈ ഒരു നിഴലിനെ നമ്മൾ കുറച്ചും കൂടെ അൺപാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർസ്പെക്റ്റീവ് ലഭിക്കാനായിട്ട് നമുക്ക് ചില നമ്പേഴ്സ് ഇവിടെ നോക്കാം. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ചെറിയ കൂട്ടമാണ് ദൈവത്തിന്റെ യഥാർത്ഥ ചെറിയാട്ടിൻ കൂട്ടം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു മെന്റൽ പിക്ചർ ലഭിക്കാനായിട്ട് ചില നമ്പേഴ്സ് നമുക്ക് നോക്കാം. നമ്മൾ സംഖ്യാപുസ്തകം 4-ാം അധ്യായം 46 മുതൽ 48 വരെ വാക്യങ്ങൾ, പുറപ്പാട് 28-ാം അധ്യായം 1-ാം വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ വെളിപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, ലേവ്യർ എന്നുള്ള ആ ഗോത്രത്തിന്റെ സംഖ്യ എന്ന് പറയുന്നത് 8580 ആയിരുന്നു.
അപ്പം ഇവിടെ തീർച്ചയായും പ്രായപൂർത്തിയായിരിക്കുന്ന മേലിനെ മാത്രമാണ് ആ ഒരു സംഖ്യ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പം അവരാണ് ലേവ്യർ എന്ന നിലയിൽ ശുശ്രൂഷകന്മാരായിരിക്കുന്നത്. അപ്പം ഇവിടെ ആ സംഖ്യ നോക്കുമ്പോൾ 8580 എന്നുള്ള സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഈ സംഖ്യയിൽ ഉൾപ്പെടുന്നവരാണ് ലേവ്യർ. അവർക്കാണ് എന്തിന് അവകാശം ഉണ്ടായിരുന്നത്? ഈ നിഴലിലുള്ള ശുശ്രൂഷാ വേലകൾ, ടാബർനാക്കിളുമായി അനുബന്ധപ്പെടുത്തിയുള്ള ശുശ്രൂഷാ വേലകളൊക്കെയും ചെയ്യാൻ ഈ ഒരു സംഖ്യയിൽ അടങ്ങുന്നവർക്കായിരുന്നു ദൈവം അവകാശം കൊടുത്തിരുന്നത്. ഈ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഈ 8580 എന്നുള്ള സംഖ്യയിൽ നിന്ന് വെറും 5 പേരായിരുന്നു വെറും 5 പേരായിരുന്നു പുരോഹിതന്മാർ. അപ്പം 8580 എന്നുള്ള സംഖ്യയിൽ നിന്ന് വെറും 5 പേരായിരുന്നു പുരോഹിതന്മാർ. അപ്പം അത് അഹരോന്, പിന്നെ തൻ്റെ 4 മക്കൾ. അപ്പം ഈ 5 പേരായിരുന്നു പുരോഹിതന്മാർ. അപ്പൊ ഓർക്കുക എത്രത്തോളം ഒരു ചെറിയ സംഖ്യയാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാം. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പറയുന്നത്, ഇവിടെ ദൈവം ഇലസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പിക്ചർ എന്താണ്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജസ്റ്റിഫൈഡ് ബിലീവേഴ്സും സെൽഫ് സാക്രിഫൈസിങ് അല്ലെങ്കിൽ കോൺസെക്രേറ്റഡ് ആയിരിക്കുന്ന പുരോഹിതന്മാരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ആ ഒരു വിശ്വാസ ഭവനത്തിൽ ഉള്ള സംഖ്യ നമുക്ക് വേണമെങ്കിൽ 8580 കണക്കിടാം. അതിൽ നിന്ന് വെറും 5 പേര് എന്ന നിലയിലാണ് ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന പുരോഹിതന്മാർ, യഥാർത്ഥമായിരിക്കുന്ന രാജകീയ പൗരോഹിത്യത്തിൽ അംഗത്വം ലഭിക്കുന്നവർ എന്ന നിലയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. അപ്പം ഈ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പിക്ചർ മനസ്സിലാക്കാനായിട്ട് നല്ലൊരു ഒരു എക്സർസൈസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവം ലൂക്കോസ് 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത് എന്താണ്? തന്റെ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത് ഒരു ചെറിയ ആട്ടിൻകൂട്ടമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇങ്ങനെ ദൈവം പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് അല്ല, എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലെങ്കിൽ ഒരു എക്സാജറേഷൻ അല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് വളരെ മീനിങ് ആയിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം ഈ ഒരു 8580 എന്നുള്ള സംഖ്യ നമ്മൾ അതിൽ നിന്ന് 5 പേരാണ് പുരോഹിത വർഗം എന്ന് ചിന്തിച്ചു. പക്ഷെ ഈ 5 പേരിൽ 2 പേർക്ക് മരണം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അഹരോന്റെ 2 മക്കൾക്ക് അവരുടെ പാപത്തിന്റെ അടിസ്ഥാനത്തിൽ, അവർ ചെയ്ത പാപത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ദൈവം മരണമെന്ന ശിക്ഷ നൽകി. അപ്പം 5 പുരോഹിതന്മാരെന്ന നിലയിൽ ആ നമ്പർ അതിലും ചെറുതായി 3 പുരോഹിതന്മാരായി തീർന്നു. അപ്പം ഇപ്പോൾ റേഷ്യോ എന്താണ്? റേഷ്യോ 3:8,580 ആണ്. അപ്പം അതിലും ചെറിയതായി ഇത് തമ്മിലുള്ള അതിലും വലുതായി ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒരു പുരോഹിതന് ഉള്ളപ്പോൾ അതിന് തുല്യമായിട്ട് എത്ര ലേവ്യരാണുള്ളത്? 2800 ലേവ്യരാണുള്ളത്. അപ്പം ഒരു പുരോഹിതന് തുല്യമായി 2800 ലേവ്യരാണുള്ളത്. അപ്പം ഇതൊരു പെർസെൻറ്റേജ് ആയിട്ട് നോക്കിയാൽ 1% പോലും ഇല്ല. ലേവ്യരുടെ എണ്ണത്തിൽ നിന്ന് വെറും 0.04% ഉള്ളൂ. അത്രയും ചെറിയൊരു സംഖ്യയാണ്, അത്രയും ചെറിയ ഒരു ഫ്രാക്ഷൻ ആണ് ഇവിടെ പുരോഹിത വർഗമായി തീരുന്നത്, രാജകീയ പുരോഹിത വർഗമായി തീരുന്നത്. അപ്പം ഇത് ലോകത്തിൽ നിന്ന്
എത്ര പേര് രാജകീയ പുരോഹിതന്മാരായി തീരുമെന്നുള്ള സംഖ്യയല്ല നമ്മൾ നോക്കിയത്. ഈ ഒരു ദൈവത്തിന്റെ വിശ്വാസ ഭവനത്തിനുള്ളിൽ നിന്ന്, ലേവ്യരുടെ ഇടയിൽ നിന്ന് എത്ര പേര് പുരോഹിതന്മാരായി തീരും എന്നുള്ള സംഖ്യയാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചത്. അപ്പം ലേവ്യരുടെ ഇടയിൽ നിന്ന് പുരോഹിതന്മാരായി തീരുന്നത് വെറും 0.04% ഉള്ളൂ. അപ്പം അത് വേറെ വിധത്തിൽ പറഞ്ഞാൽ 1%-ന്റെ വെറും 4% ഉള്ളൂ. അത് വളരെ ചെറിയൊരു നമ്പറാണ്. എന്തെങ്കിലും ചോദ്യമുണ്ടോ ഇതുവരെ? അപ്പം ആ വസ്തുത ചിന്തിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുരോഹിത വർഗം എന്ന് പറയുന്നത് ലേവ്യരുടെ ഇടയിൽ വളരെ ചെറിയൊരു കൂട്ടമാണ് എന്ന് ചിന്തിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ നമ്മൾ നിഴലിലേക്ക് വരുമ്പോൾ ഈ ഒരു വിശ്വാസ ഭവനത്തിന്റെ ഇടയിൽ ക്രിസ്തുവിനെ അംഗീകരിച്ച്, ഇത് പറയുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ ഒന്ന് ഉണരുന്നത്. ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തു എന്ന ഏക വാതിലിൽ വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ നിന്ന് വെറും ഈ ഒരു 0.04% അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന ഒരു സംഖ്യയുള്ളൂ രാജകീയ പുരോഹിത വർഗമായി തീരുന്നത്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തു എന്ന രക്ഷിതാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു ചെറിയ കൂട്ടമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് പോലും 1% പോലുമില്ല രാജകീയ പുരോഹിത വർഗമായി തീരുന്നത്. അപ്പം ഈ ഒരു വസ്തുത നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പം നമുക്ക് വളരെ ഷോക്കായി തീരും, അല്ലെങ്കിൽ വളരെ സർപ്രൈസിങ് ആയിരിക്കുന്ന ഒരു വസ്തുതയാണിത്. പക്ഷേ നമ്മൾ ചിന്തിക്കും, വേണമെങ്കിൽ അനേകം പേര് വേണമെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ പിന്നോട്ട് നോക്കിയാൽ അനേകം പേരുണ്ടായിരിക്കണം ഈ നിലയിൽ നല്ല സ്വഭാവമുള്ളവർ, അല്ലെങ്കിൽ അനേകം കുറവുകളുണ്ടെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, അവർക്ക് നല്ല സ്വഭാവങ്ങളുണ്ട് എന്നൊക്കെയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. തീർച്ചയായും തെറ്റായ ഒരു വീക്ഷണമല്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ ബ്രദർ റസൽ പറയുന്ന കാര്യം എന്താണ്? The fact that we see believers who are trying to put away their sins is not itself evidence of them being priests. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരു പക്ഷേ തന്നിൽ നിന്ന് പാപത്തെ കഴുകി മാറ്റാനായി ശ്രമിക്കുന്നവരെ കാണുമ്പോൾ ആ ഒരു പ്രയത്നം അല്ലെങ്കിൽ ആ ഒരു ശ്രമം എന്നുള്ള വസ്തുത തീർച്ചയായും അവരെ പുരോഹിതന്മാരാക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ കോർട്ടിലുള്ള ഈ വെള്ളത്തിന്റെ തൊട്ടി, ആ തൊട്ടിയിലുള്ള വെള്ളം ഉപയോഗിച്ച് ഒരേ പുരോഹിതന്മാരും അതുപോലെ തന്നെ ലേവ്യരും കഴുകി ശുദ്ധി കൈവരിക്കുന്നവരാണ്. അപ്പം ലേവ്യരും പുരോഹിതന്മാരും ഒരേ തൊട്ടിയിൽ നിന്ന് തൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നവരാണ്. അപ്പം ആ നിലയിൽ തൻ്റെ ശരീരമായിരിക്കുന്ന ഈ പാപ മനുഷ്യനിൽ നിന്ന്, ഈ പാപത്തിന്റെ അവസ്ഥയായിരിക്കുന്ന പാപങ്ങളൊക്കെയും കഴുകി മാറ്റാൻ ശ്രമിക്കുന്നവരൊക്കെയും പുരോഹിതന്മാരല്ല, അവർ ചിലപ്പോൾ ലേവ്യരായിരിക്കണം. അപ്പം പാപം തന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് തീർച്ചയായും പുരോഹിതന്റെ ലക്ഷണമായി നമുക്ക് കണക്കിടാൻ സാധിക്കത്തില്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ ബ്രദർ റസൽ എഴുതുന്നത്. അപ്പം ഈ വെള്ളം നിറച്ചിരിക്കുന്ന തൊട്ടി കാണിക്കുന്നത് ആ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എന്തിന് കാരണമാകുന്നു?
ആ കോൺസെൻട്രേഷന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ആദ്യ പടിയിലൊക്കെയും നമുക്ക് നമ്മുടെ പാപങ്ങളെ കഴുകി മാറ്റാനായി കാരണമാകുന്നു. അപ്പം ആ വേളയിൽ ലേവ്യരും പുരോഹിതന്മാരും ഏർപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ചില സ്വഭാവങ്ങൾ നമ്മൾ പറയും ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന സ്വഭാവങ്ങളൊക്കെയും നമുക്ക് ഒരുവനിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ തരത്തിൽ പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിച്ച പുരോഹിതന്റെ ഒരു ലക്ഷണമാണെന്ന് പറയാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതും ഇവിടെ ബ്രദർ റസൽ പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല, അങ്ങനെ ഒരു ലക്ഷണമായിരിക്കണമെന്നില്ല. മീക്ക്നെസ്, ജെന്റിൽനെസ്, ബെനവലൻസ്, മൊറാലിറ്റി, ഇതൊക്കെയും ഈ സ്വഭാവങ്ങളൊക്കെയും ഒരു പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നവന്റെ ലക്ഷണങ്ങളായിരിക്കണമെന്നില്ല എന്നുള്ളതാണ് ബ്രദർ റസൽ ഇവിടെ എഴുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ബ്രദർ റസൽ പറയുന്നത് നമ്മളൊക്കെയും ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് വീണവരാണ്. അപ്പം ഇപ്പോൾ അപൂർണരെങ്കിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു പൂർണ്ണ മനുഷ്യനായാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം ആ ഒരിക്കൽ ആദാമിൽ പൂർണ്ണമായി നമുക്കുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെയും ഇപ്പോൾ നമ്മൾ വീഴ്ച ഭവിച്ച മനുഷ്യരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില അളവിൽ നമ്മളിൽ ഇപ്പോഴും ആ പൂർണ്ണ സ്വഭാവത്തിന്റെ ഒരു അംശം നമ്മളിലൊക്കെയും ഉണ്ട്. അപ്പം ആ നിലയിൽ നല്ല സ്വഭാവങ്ങളായി നമുക്ക് അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളായി കണക്കിടാൻ സാധിക്കുന്ന നല്ല സ്വഭാവങ്ങൾ പലരിലും പല അളവിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സ്വഭാവ വളർച്ച അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഈ തരത്തിലുള്ള ഒരു നല്ല നില മറ്റുള്ളവരിൽ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ പൂർണ്ണ സമർപ്പണത്തിന്റെ ഒരു അടയാളമാകണമെന്നില്ല എന്നുള്ളതാണ് ബ്രദർ റസൽ ഇവിടെ എഴുതുന്നത്. ഇനി അത് മാത്രമല്ല, അടുത്തൊരു പടിയിലേക്ക് ബ്രദർ റസൽ പോകുന്നു. ബ്രദർ റസൽ ഇവിടെ എഴുതുന്നത്, even when we see believers practicing self-denial in some good work of political or moral reform, that is not evidence of consecration to God, though it is an evidence of consecration to a work. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ചില സഹോദരങ്ങൾ തന്നെ ത്യജിക്കുന്ന പ്രവൃത്തികൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുമ്പോൾ അതുപോലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നവന്റെ അടയാളമായി കണക്കിടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ബ്രദർ റസലൂടെ പറയുന്നത്. അപ്പം പൂർണ്ണ സമർപ്പണത്തിന്റെ ആയിരിക്കണം എന്നില്ല എങ്കിൽ പോലും അത് തീർച്ചയായും ഒരു വേലയെ സംബന്ധിച്ചുള്ള അവരുടെ സമർപ്പണത്തെ കാണിക്കുന്നു. അപ്പം അതിലെന്താണ് അടങ്ങുന്ന ആശയം? ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് എന്താണ്? അതാണ് സങ്കീർത്തനം 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്കത് വായിക്കാം. സങ്കീർത്തനം 40-ാം അധ്യായം 8-ാം വാക്യം. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പം ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് ഇതാണ്. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പിന്നെ നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പം ഇതാണ് ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന്റെ ഇച്ഛ എന്താണെന്ന് എല്ലാ കാര്യങ്ങളിലും ആരായുവാൻ ശ്രമിക്കും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പം
അത് തിരയുക എന്നത് മാത്രമല്ല താൻ ചെയ്യുന്നത്. പക്ഷേ അത് തിരയുമ്പോൾ ദൈവം തനിക്ക് തൻ്റെ വചനത്തിൽ കൂടെ തൻ്റെ ആത്മാവിൻ്റെ വഴി നടത്തുന്നതിനാൽ നമുക്കതിനെ വെളിപ്പെടുത്തുമ്പോൾ അവന്റെ ആഗ്രഹവും ഇഷ്ടവും എന്താണ്? ദൈവത്തിന്റെ ഇച്ഛ എന്തായിരുന്നാലും, ദൈവത്തിന്റെ ഇഷ്ടം അതെന്തായിരുന്നാലും എന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി ഉപയോഗിക്കുക, എന്നെ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് പ്രകാരം എന്നെ ഉപയോഗിക്കുക എന്നുള്ള ചിന്തയായിരിക്കും അവനിൽ എപ്പോഴും. അപ്പം ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നവൻ ഈ നിലയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ മാനുഷികമായിരിക്കുന്ന ചിന്തയല്ല അവനിലുള്ളത്. ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിതൻ എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും എന്താണ് തിരയുന്നു. എല്ലാ കാര്യങ്ങളിലും, ഈവൻ വളരെ വളരെ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് തോന്നുന്ന കാര്യത്തിൽ പോലും അവൻ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് തിരയുന്നു. അതെന്തായിരുന്നാലും ദൈവമേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർത്തീകരിക്കണമേ, എന്നിൽ നിറവേറണമേ എന്നുള്ള ആഗ്രഹമായിരിക്കും അവനിലുള്ളത്. അപ്പം ഈ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിനോട് സമർപ്പിതനായിരിക്കുന്നവനെ വെളിപ്പെടുത്തുന്ന ഒരു ആശയം, ഒരു പ്രാർത്ഥന. ഈ വിധത്തിൽ ഉള്ളവനാണ്, ഈ വിധത്തിലുള്ള മനസ്ഥിതിയാണ് യഥാർത്ഥമായി ദൈവത്തോട് സമർപ്പിതനായിരിക്കുന്നവനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ മനസ്ഥിതിയുള്ളവർ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എത്രത്തോളം നമ്മൾ ചിന്തിക്കുക, നമ്മളിൽ ഈ തരത്തിലുള്ള മനസ്ഥിതിയാണ് ഉള്ളത്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് ഒരു മൽപ്പിടുത്തം ചെയ്യുന്നത്. ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, മറ്റു കാര്യങ്ങളിൽ ഞാൻ ദൈവം പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. അത് വളരെ കോൺസിക്വൻഷ്യൽ ആയിരിക്കുന്ന ഒരു കാര്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം. പക്ഷേ അങ്ങനെയല്ല ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നവന്റെ മനസ്ഥിതി. അത് അത്രത്തോളം പ്രയാസമാണ് ഈ ഒരു സമർപ്പണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കം ആയിരിക്കുന്ന കണക്കെ ദൈവത്തോട് പൂർണ്ണമായി സമർപ്പിതനായിരിക്കുന്നവർക്ക് അവരുടെ സംഖ്യയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ നിഴലിലേക്ക് ഇനിയും ഒന്നുകൂടെ തിരിച്ചു വരാം. അപ്പം ആ കോർട്ടിനുള്ളിൽ ചിന്തിക്കുക, ഒരു സമയത്ത് എല്ലാ ലേവ്യരെയും കൂടെ കോർട്ടിനുള്ളിലേക്ക് നടത്തിക്കൊണ്ട് അവിടെ നിർത്തിയാൽ, കോർട്ടിനുള്ളിൽ നിർത്തിയാൽ 8500 എത്രയാണ് 580 പേര് ഒരേ സമയം കോർട്ടിനുള്ളിൽ നിൽക്കും. പക്ഷേ വിശുദ്ധത്തിനുള്ളിൽ എത്ര പേര് കടക്കും? 5 പേരെ കടന്നുള്ളൂ. അതിലും 3 പേരെ അതിനകത്ത് നിൽക്കാൻ സാധിച്ചുള്ളൂ. ഓർക്കുക, വെളിയിൽ കോർട്ടിനുള്ളിൽ 8580 പേര് നിൽക്കുന്നു, ഉള്ളിലോ 3 പേര്. അപ്പം ഈ വിശുദ്ധത്തിനുള്ളിലുള്ള അനവധിയായിരിക്കുന്ന ഭംഗിയുള്ള വസ്തുക്കൾ, അതിൻ്റെയൊക്കെയും നന്മ അനുഭവിക്കാൻ വളരെ ചുരുക്കം പേർക്കേ ഇപ്പോൾ പുരോഹിതന്മാരെന്ന നിലയിൽ അനുവാദമുള്ളൂ അല്ലെങ്കിൽ സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയധികം ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. ലേവ്യർക്ക് ഒരു പക്ഷേ വിശുദ്ധത്തിനുള്ള ഉള്ളിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് അവർക്ക് അറിയാമെങ്കിൽ അത് വെറും കേട്ടറിവേ ഉള്ളൂ. അവർ നേരിട്ട് ഒരിക്കലും ആ വിളക്കിന്റെ വെളിച്ചത്തെ കണ്ട് അതിൻ്റെ സന്തോഷം അറിഞ്ഞിട്ടില്ല. അവർ നേരിട്ട് ഒരിക്കലും ആ കാഴ്ചയപ്പത്തിന്റെ മേശയോട് അടുത്ത് ചെന്ന് കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചിട്ടില്ല. ആ കാഴ്ചയപ്പം ഭക്ഷിക്കുന്നതിനാൽ
അവർക്ക് ശക്തി ലഭിച്ചിട്ടില്ല. അവർക്ക് തീർച്ചയായും വിളക്കിന്റെ വെളിച്ചത്താൽ അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ച് അവർ ഭക്ഷിച്ച അപ്പത്തിന്റെ ശക്തി ലഭിച്ച് ഈ രണ്ട് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ധൂവപീഠത്തിനടുത്ത് എന്ന് അവർക്ക് കുന്തിരിക്കം എന്ന നിലയിൽ ദൈവത്തിന് സൗരഭ്യവാസനയായി തീരുന്ന തരത്തിലുള്ള അഭിഷേകങ്ങൾ, സാക്രിഫൈസുകൾ ഇപ്പോൾ ഈ ഒരു സുവിശേഷ യുഗത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല നേരിട്ട്. എന്തെന്ന് വെച്ചാൽ അവരിപ്പോഴും ലേവ്യർ എന്ന നിലയിൽ ആ പൂർണ്ണ സമർപ്പണത്തിൽ എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോഴും അവർ കോർട്ടിൽ മാത്രം നിൽക്കുന്നവരാണ്. അപ്പം ഈ ഒരു പാപപരിഹാര ദിവസത്തിൽ അവർ ഇപ്പോഴും കോർട്ടിനുള്ളിൽ നിൽക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പാഠം ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കുവാൻ സാധിക്കുന്ന കാര്യം ഒന്നാമതായി ദൈവത്തിന്റെ കൃപയ്ക്കായാണ്. ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് നമുക്ക് ഇതിനൊക്കെയും ഉള്ള വഴി ഒരുക്കിയത്. ആ വഴി ഒരുക്കുക എന്നത് മാത്രമല്ല ദൈവത്തിന്റെ കൃപ അതിനാൽ സാധിച്ചത്. പക്ഷേ നമുക്ക് ആ വഴി കാണാനും മനസ്സിലാക്കുവാനും അതിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ദൈവത്തിന്റെ വചനത്തിലും ജ്ഞാനത്തിലുമുള്ള വളർച്ചയിൽ എത്തുവാനും എന്താണ് പൂർണ്ണമായി സമർപ്പണത്തിൽ എത്തുക എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കണ്ണുകളെ തുറക്കുവാനും അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതിനാൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആ യാഗപീഠത്തിന്മേൽ നമുക്ക് ആ കണക്കിടപ്പെട്ട പൂർണ്ണത സമർപ്പിക്കുവാനും ഒരു യാഗമായി വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുവാനും അങ്ങനെ വിശുദ്ധത്തിലേക്ക് കാലെടുത്ത് വെച്ച് കയറുവാനും സാധിച്ച ഒരുക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നന്ദി അർപ്പിക്കാം. അപ്പം ഈ ഒരു നിലയിൽ ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മത്തെ മനസ്സിലാക്കുവാൻ ആർക്കെങ്കിലും ഇപ്പോൾ സാധിക്കുന്നില്ല എങ്കിൽ, ലേവ്യർ എന്ന അവസ്ഥയിൽ അവർക്ക് അതിന് അടുത്ത പടിയിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അത് അവരുടെ ഒരു കുറ്റമായി നമുക്ക് കണക്കിടാൻ സാധിക്കത്തില്ല. എന്തെന്ന് വെച്ചാൽ ഇതൊരു വിളിയും തെരഞ്ഞെടുപ്പുമാണ് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ദൈവത്തിന്റെ വിളിയോ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ആ ഒരു ആകർഷണമോ ഈ ഒരു ഏതെങ്കിലും ഒരു ലേവ്യരെ സംബന്ധിച്ച് ദൈവത്തിന് ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് ഈ മറിഞ്ഞിരിക്കുന്ന ഈ സത്യം വെളിപ്പെടുന്ന ഒരു സമയം വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ലഭിച്ചിരിക്കുന്ന ഈ അവസരം അത് നമുക്ക് ഒരിക്കലേ ലഭിക്കുകയുള്ളൂ. നമുക്ക് പൂർണ്ണ സമർപ്പണത്തിൽ കൂടെ വിശുദ്ധത്തിലേക്ക് കടക്കാൻ സാധിച്ചുവെങ്കിൽ, ആത്മാവിന്റെ ആ വെളിച്ചത്തിൽ നമുക്ക് എത്താൻ സാധിച്ചുവെങ്കിൽ, പിൻപോട്ട് തിരിഞ്ഞാൽ ആ ഇരുള് വളരെ അധികം ആയിരിക്കുമെന്നുള്ള വസ്തുതയെ നമുക്ക് ഓർക്കാനുള്ളൂ. അപ്പം ആരെയും സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഈ ഒരു ലഭിച്ച കൃപയ്ക്ക് അനുസരണമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവത്തിന്റെ ആഗ്രഹം എല്ലാ കാര്യങ്ങളിലും അറിയുവാനും എല്ലാത്തിലും ദൈവത്തിന്റെ ക്രമീകരണത്തിനായി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നിന്ന് വിരമിക്കും.